അത് നമ്മൾ പോകുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം വൈകുകയാണ്. ആവശ്യമെങ്കിൽ പേർഷ്യൻ ഗൾഫിൽ പോരാട്ടം പുനരാരംഭിക്കാൻ US സൈന്യം തയ്യാറാണെന്നും ആദ്യ ദിവസത്തേക്കാൾ ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞു. അമേരിക്ക തങ്ങളുടെ നാവിക ഉപരോധം തുടരുന്നതിനിടെ നയതന്ത്രത്തെ വഞ്ചിച്ചുവെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായിം ആരോപിക്കുന്നുണ്ട്. അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. ഈ എല്ലാം കഴിഞ്ഞു, ശുഭാവസാനം ആയി, പശ്ചിമേഷ്യയിൽ സമാധാനം പിറക്കുന്നു എന്നൊക്കെ നമ്മൾ കരുതിയതാണ്. പക്ഷേ എന്താണ് ഇത്ര താമസം? എന്താണ് ട്രംപ് പ്രഖ്യാപിക്കാത്തതെന്നും? ഇപ്പോൾ ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം തന്നെയാണ് ട്രംപിൻ്റെ ഒരു മൗനം. എല്ലാ കാര്യത്തിലും കൃത്യമായിട്ടുള്ള നിലപാടുകളെടുത്ത് മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ആവശ്യമെങ്കിൽ ഭീഷണിയും മുഴക്കി മുന്നോട്ട് പോരുന്ന നേതാവായിരുന്നു ട്രംപ്. പക്ഷേ ഈ സിറ്റുവേഷൻ റൂമിൽ വെച്ചുള്ള ട്രംപിൻ്റെ തൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗം, ആ യോഗത്തിന് ശേഷമുള്ള ട്രംപിൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും ഇതുവരെയുള്ള ട്രംപിൻ്റെ പ്രതികരണങ്ങളിൽ ഏറ്റവും നിർണായകമാകുമായിരുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ തീരുമാനമാകുമായിരുന്നു ആ യോഗത്തിന് ശേഷം ട്രംപ് എടുക്കാൻ പോകുന്ന ആ ഡിസിഷൻ. പക്ഷേ എല്ലാവരും കാതോർത്തിരുന്ന ആ തീരുമാനം അത് ഇപ്പോഴും എന്നെന്നില്ലാതെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ട്രംപ് ഇങ്ങനെ ഒരു മൗനം തുടരുന്നത് എന്ന് ആർക്കും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതുവരെ എന്തെങ്കിലും കാര്യത്തിന് ട്രംപ് എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുകിൽ ട്രൂ സോഷ്യൽ വഴി ഒരു പോസ്റ്റോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് ഒരു പ്രതികരണമോ നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവനയും വന്നിട്ടില്ല. US-ന്റെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇറാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ പേർഷ്യൻ ഗൾഫ് വഴി പോരാട്ടം ഇനിയും ആരംഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹം ഒരു സാഹചര്യം മുന്നോട്ട് വെച്ചിട്ടാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഇറാൻ തങ്ങളുടെ സമാധാന കരാർ തള്ളിക്കളയുകയാണെങ്കിൽ പോരാട്ടം മുന്നോട്ട് ആരംഭിക്കാൻ തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് പീറ്റ് ഹെഗ്സെറ്റ് നൽകുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപീകരിച്ചിട്ടുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനുള്ള കരട് രേഖ, അതിനെ സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ ട്രംപ് തന്നെ തൻ്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ട് വഴി ഈ വൈറ്റ് ഹൗസിലുള്ള യോഗത്തിന് മുൻപ് പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഈ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ഒന്നും തന്നെ നടത്താത്തത്. അപ്പോൾ ഈ യോഗത്തിന് ശേഷം ഇറാനിയൻ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അതായത് ഈ ട്രംപ് പറഞ്ഞിട്ടുള്ള പല അവകാശവാദങ്ങളും തെറ്റാണ് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ആരോപിച്ചത്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലുള്ള